ഇനി ഒരിക്കലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പേര് പോലും മനസ്സിൽ വിചാരിക്കാൻ പോലും ഭയപ്പെടുന്ന രീതിയിൽ പാകിസ്ഥാൻ ആയിട്ടുണ്ട്. നല്ല എട്ടിന്റെ പണി ഇന്ത്യ എന്ന മഹാരാജ്യം അവർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തീവ്രവാദികളെ എല്ലാവരെയും അധികം വൈകാതെ തന്നെ വകവരുത്തിയിരിക്കും. ഇപ്പൊ അതിർത്തി മേഖലകളിലൊക്കെ നിരന്തരമായിട്ട് വെടിയൊച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്നു അല്ലേ? ആ അന്തരീക്ഷം എല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ജനതയുടെ ആ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനിടയിലും കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരുപാട് നാറികൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഇത്തരം വീഡിയോസ് ഒന്ന് പരിശോധിച്ചാൽ മതി, കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കെട്ടുന്ന കുറെ നാറികൾ കെട്ടുന്ന തന്നെ പുഴുത്തരിക്കുന്നുണ്ട്, അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഹാഷ്മി ഒരു ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ഓരോ ഇന്ത്യക്കാരും പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ തന്നെയാണ്, ഒന്ന് കേൾക്കാം. ദൂരെ ദൂരെ കടുകുപൂത്ത മഞ്ഞപ്പാടങ്ങൾ, ആപ്പിൾ പൂക്കൾ, മഞ്ഞുമലകൾ. ഈ ഭൂമിയിൽ ഒരു പാരഡൈസ്, ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ്. മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ടവരുചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് കാണാനാവില്ല. ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ്. ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട്, 6 നാൾ മാത്രം നീണ്ടൊരു മധുവിധ മധുരം. ആർത്തുകരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ, ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറഞ്ഞു കയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന. ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ? വൈധവ്യങ്ങൾ, പുത്രദുഃഖങ്ങൾ, അനാഥരായ മക്കൾ, ആ 29 പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാവതാണോ, പൊറുക്കാവതാണോ? അന്ന് പത്താൻകോട്ടിൽ, പുൽവാമയിൽ, ഉറിയിൽ, അമർനാഥിൽ, റിയാസിയിലൊക്കെ കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ, വെറും വ്യാജ വർത്താനം. എന്നിട്ടൊരു അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്, നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ, തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന്റെ സൂത്രധാരൻ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ, ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ, ISIയുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ. മറന്നവരാണ് നിങ്ങൾ. പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാണം കിട്ട ചരിത്രം. കാർഗിൽ തിരിച്ചോട്ടം, ബലാക്കോട്ടിന്റെ നീലാകാശ് നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ, താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്യിദ് അടവച്ചിറക്കിയ അന്തകവിത്തുകൾ, മരണവക്താക്കൾ ഒക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കുക ആവർത്തന ചരിത്രം. ചോര കൊണ്ട് അശനിവാദം, ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്ക് പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം, ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മിറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. വെറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി, കൂടെ പറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി. തീർച്ചയായിട്ടും ഭയങ്കര അധികം നമ്മൾ ഇമോഷണൽ ആവും, അതേപോലെ തന്നെ കോരിത്തരിപ്പുണ്ടാവും. ഇപ്പൊ സത്യം പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമി യൂണിഫോം ഇട്ടുകൊണ്ട് ആ തോക്ക് മേന്തിക്കൊണ്ട് ആ ഒരു തീവ്രവാദികളുടെ ഇടയിലേക്ക് പോവാൻ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ കോരി തരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ആളുകൾക്കും അത്ര അധികം എന്താ ഞാൻ ഇതിന് പറയാ, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഹാഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന, ഒരുപക്ഷെ മലയാളികളായ നമ്മൾ മലയാളത്തിൽ ഹാഷ്മിയുടെ ഈ ഒരു മൂർച്ചയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷം കൂടിയാണ്. കാരണം ഓരോ മലയാളികളും ഈ രാജ്യത്തിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നും ഇന്നലെയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളതാണ്. പക്ഷേ അതിനിടയിലും കുറെ നാറികൾ അനാവശ്യമായിട്ട് ഭീതികൾ പരത്തുന്നു, അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കൃഷ്ണകുമാർ എന്ന ഒരു BJP നേതാവുണ്ട്, ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ്. അയാളുടെ മകളാണ് ദിയ കൃഷ്ണ. ഈ ഒരു ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും അച്ഛന്റെ ആ ഒരു കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അച്ഛൻ ഭയങ്കരമായിട്ട് ഒരു രാജ്യസ്നേഹിയാണെന്ന് പറയുന്ന സംഖ്യയാണ്. ആ സംഗീതത്തിന്റെ കുറച്ചല്ല, അതിന്റെ കുറെ അംശം ഈ ഒരു സ്ത്രീയുടെ മനസ്സിന്റെ അകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഇൻസ്റ്റഗ്രാം ID-യിൽ ഷെയർ ചെയ്തതാണ്, ഉണരൂ ഹിന്ദു എന്നുള്ളത്. വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി ഇടുന്നു. ആ സ്റ്റോറിയിൽ
ആ ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ആ തല താഴ്ത്തിയിരിക്കുന്ന ആ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ആനന്ദ് രഘുനാഥൻ എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റാണ് ഷെയർ ചെയ്തിരുന്നത്. ടെററിസം ഹാസ് നോ റിലീജിയൻസ്, അങ്ങനെ തുടങ്ങുന്നു. അതായത് ടെററിസ്റ്റുകൾക്ക്, തീവ്രവാദികൾക്ക് മതമില്ല. പക്ഷേ ഇവിടെ വന്ന ആ ഒരു തീവ്രവാദികൾ ആളുകളുടെ ID കാർഡ് ചോദിക്കുന്നു, ഹിന്ദുവാണോ മുസൽമാനാണെന്ന് ചോദിക്കുന്നു, അതിന്റെ പാൻറ് അഴിച്ചു നോക്കുന്നു, കൊല്ലുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇതിനെയാണ് ഹിന്ദു ഉണരു എന്ന ഒരു തലക്കെട്ടോട് കൂടിയിട്ട് ഒരു പോസ്റ്റ് അവർ ഷെയർ ചെയ്തത്. അതപ്പോൾ തന്നെ അവർ ഡിലീറ്റ് ചെയ്തു. കാരണം അത്ര അധികം അതിനെതിരെ ആളുകൾ സംസാരിച്ചു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മേജർ രവി പറഞ്ഞതും. ഇതൊക്കെ ഒരു അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല എന്ന വിശ്വാസം നമുക്കുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ഒറ്റുകൊടുത്തത് ആരാണ് എന്ന് പേര് സഹിതം എനിക്ക് കാണിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അത് ഇവിടെ ഇപ്പം കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു വീഡിയോ ക്ലിപ്പ് കാണാനുണ്ട്. അതായത് സ്വന്തം ഭർത്താവ് മരണപ്പെട്ട് എന്ത് പറയണമെന്നോ എന്ത് വികാരമാണ് പ്രകടിപ്പിക്കേണ്ടതെന്നോ അറിയാതെ അവിടെ തല താഴ്ത്തിയിരുന്നു. ആ തല താഴ്ത്തിയിരുന്നതിനെ പല ആളുകളും AI ഉപയോഗിച്ചുകൊണ്ട് വാവിട്ട് കരയുന്ന രീതിയിലാക്കി. പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ ചിന്തയിൽ എന്തൊക്കെയാണ് കടന്നു പോയതെന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ഒരു പെൺകുട്ടി ഇന്ന് വാവിട്ട് കരഞ്ഞു, ജയ് ഹിന്ദ് എന്ന് വിളിച്ചുകൊണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണാം. വളരെ വികാരഭരിതമായിട്ടുള്ള നിമിഷം തന്നെയാണ്. ഓരോ ഇന്ത്യക്കാരനും വളരെ വിഷമം തോന്നിയ ഒരു നിമിഷം തന്നെയായിരിക്കും ഇത്. അവരെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കരയിച്ചു. പക്ഷേ എന്തു സംഭവിച്ചു ഒന്നും അറിയില്ല. കല്യാണം കഴിഞ്ഞ 6 ദിവസമേ ആയിട്ടുള്ളൂ. ഒരുമിച്ചൊന്നും ജീവിതം തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും ജീവിതത്തിൽ നിന്നും അദ്ദേഹം നഷ്ടപ്പെടുകയാണ്. ഇവര് മധുവിധിന് പോകാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലം യൂറോപ്പിലേക്കായിരുന്നു. അവിടേക്ക് വിസ കിട്ടിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പഹൽഗാമിലേക്ക് വരുന്നതും. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം തുടങ്ങുന്ന ആളുകൾ, അതേപോലെ തന്നെ ഈ ഒരു രാജ്യത്തിന്റെ മനോഹാരിത കണ്ട് ആസ്വദിക്കാൻ വരുന്ന ആളുകൾ, അവർക്കൊക്കെ നേരെയാണ് ഈ ഒരു നാറികൾ ഈ വെടിയുതിർത്തത് എന്നുള്ളതാണ്. അവരുടെ ശത്രുക്കൾ സത്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളോ ഇന്ത്യയിലെ ഹിന്ദുക്കളോ ഇന്ത്യയിലെ ക്രിസ്ത്യൻസോ അല്ല, ഇന്ത്യക്കാരാണ് എന്ന് കൃത്യമായിട്ട് മേജർ രവി എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് യാതൊരു താല്പര്യം എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരൊറ്റ വീഡിയോ കാരണം അദ്ദേഹത്തിന് എനിക്ക് ഇടനെഞ്ചിൽ സ്ഥാനം കൊടുക്കേണ്ടി വന്നു. അതാണ് ഇന്ത്യക്കാർ, അല്ലെങ്കിൽ അതാണ് ഇന്ത്യൻ ആർമി എന്ന് മനസ്സിലാക്കി തരുന്നത് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ നിന്നാണ്. ഇനി നാളെ അദ്ദേഹം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നാളെ ഇതൊക്കെ മാറ്റി പറയുമോയെന്നും നമുക്കറിയില്ല. പക്ഷേ അയാളൊരു യഥാർത്ഥ സോൾജിയർ ആയിരുന്നു എന്ന് കാണിക്കാൻ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു. ഒരു പക്ഷെ റിട്ടയർഡ് ആയി വരുന്ന ഈ സോൾജിയേഴ്സൊക്കെ ഇങ്ങനെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഭാഗമാവുമ്പോൾ അവർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത് കൂട്ടിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്. അതൊക്കെ നമുക്ക് വെറുപ്പായിട്ട് പിന്നെ മാറാറുണ്ട് അല്ലേ. പക്ഷെ മേജർ രവി ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ വാക്ക് കൊണ്ട് വീണ്ടും അയാളോട് സ്നേഹം ആളുകളെ കൊണ്ട് ഉണ്ടാക്കിച്ചു എന്നുള്ളതാണ്. മഹാനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് നമ്മൾ അവിടെ വാഴ്ത്തുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ ദിയ കൃഷ്ണ എന്ന ആ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ്. അവരാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, ഹിന്ദു ഉണരു എന്ന് പറഞ്ഞുകൊണ്ട്. കൊള്ളാം, അടിപൊളി. ഇനി വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ചു ഭീകരരുടെ തോക്ക് തട്ടിപ്പറിച്ച് ഒരു ധീരനായിട്ടുള്ളൊരു മരണപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. അതായത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലെ, അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും ആദരിക്കുന്നു, അദ്ദേഹത്തിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. കാരണം അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി അതാണ്. ഈ ഒരു കുറ്റവാളികളൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷെ അതിൽ നിന്നും സ്വന്തം ജീവൻ ത്യജിച്ച് ആ ഒരു മതത്തിലുള്ള ആളുകൾ തന്നെയാണ് തീവ്രവാദികളായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അതേ മതത്തിലുള്ള യഥാർത്ഥ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളല്ല ആ നാറികൾ. ഇന്ത്യയിലുള്ള 2 മുസ്ലിങ്ങൾ ഇവരെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും യഥാർത്ഥ ഇന്ത്യൻസിന് ഒരിക്കലും ഈ ഒരു മതപരമായിട്ടുള്ള മതവെറി ഒന്നും ഉണ്ടാവില്ല എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു കാര്യത്തെ ഇദ്ദേഹത്തിനെ വർണ്ണിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു ധീരമായിട്ടുള്ള പ്രവർത്തനത്തെ ആദരിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത വായിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഒന്ന് വായിച്ചുതരാം. ഹനീഷ് വി എ എന്നൊരാളാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടുള്ളത്. അവൻ ആരാ മൊട്ട അരുണെ, നിന്റെ അമ്മയുടെ 2ാം സംബന്ധക്കാരനാണോ ചെറ്റ അരുണെ.
അവനും ഈ തീവ്രവാദികളുടെ അതേ മതത്തിൽ ജനിച്ചവനാണ്, അത്രയേ ഉള്ളൂ. ഈ വർഗത്തിൽപ്പെട്ടവന്മാർ എന്നും എൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്നുണ്ട്. അവന്മാരോടും ഞാൻ ഇന്നു മുതൽ അകലം പാലിച്ചിരിക്കും. ഇത് തന്നെയല്ലേ ആ തീവ്ര മനോഭാവമുള്ള നായിൻ്റെ മക്കൾ ആഗ്രഹിച്ചത്? അതിന് തന്നെയല്ലേ അവർ വന്ന് നീ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് തെരഞ്ഞു പിടിച്ചു കൊന്നത്? അത് തന്നെയല്ലേ ഇവിടെയുള്ള കുറെ കൃമികടിയുള്ള ആളുകൾ ഹിന്ദു ഉണരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത്? ഇത് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. അത് കൃത്യമായിട്ട് അവർ നടത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൂടാതെ ഈ ഒരു നാറിയുണ്ടല്ലോ, ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് തീവ്രവാദികൾ അയച്ച ആ ഒരു നാറിയുണ്ടല്ലോ, സൈഫുള്ള കസൂരി. ഈ കസൂരി എന്ന് പറയുന്ന ആ ഒരു നാറി, അയാൾ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്ത്യക്കാരെ തീർത്താൽ ദൈവത്തിന്റെ പ്രതിഫലമെന്ന് പ്രസംഗിച്ച് കസൂരി. എടാ പൊന്നു പൂ മോൻ കസൂരിയെ, നിന്റെ നെഞ്ചിലും ഈ ഒരു സാധനം കുത്തിക്കയറാൻ അധികം സമയമൊന്നും വേണ്ട. ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടൊന്നും നിനക്കൊരു തേങ്ങാക്കുല അറിയില്ല. ലോക സൈന്യത്തിന്റെ മുന്നിൽ നമ്പർ 1 ആയി നിൽക്കുന്നത് അത് എന്നും ഇന്ത്യയാണ് എന്ന കാര്യം നീ മറക്കരുത്. നിന്റെ നെഞ്ചിൽ തുള വീഴാൻ അധികം സമയമൊന്നും വേണ്ട. കിടക്കുകയാണ്, അധികമൊന്നും വേണ്ട, പെട്ടെന്ന് കിട്ടിക്കോളും, അത്ര തന്നെ. ഓക്കെ, ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ മഹാരാജ്യം ഉണ്ടല്ലോ, ആ തീട്ടങ്ങളുടെ രാജ്യം, ആ തീട്ടങ്ങളുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന മഹാരാജ്യം കൊടുത്ത പണികളുടെ ലിസ്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴുള്ള പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനകം രാജ്യം വിടണമെന്നാണ് ഇന്ത്യയുടെ താക്കീത്. അതെന്തുകൊണ്ടാണ് ഈ വാക്കുകളെ നമ്മൾ ഉച്ചത്തിൽ ഉറക്കെ നരേന്ദ്രമോദി പറഞ്ഞ ആ വാക്കുകളെ ഒരുപാട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നതെന്നറിയോ? ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. നമ്മൾ ഒരുപാട് സഹിച്ചു നിന്നതാണ്. ഇതിനർത്ഥം യുദ്ധം വേണം എന്നുള്ളതല്ല, അത് മനസ്സിലാക്കുക. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു നാറിയ രാജ്യത്തിന് നമുക്ക് ചവിട്ടിത്താത്ത വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളാ. ഇതാ ഇന്ന് കൊടുത്ത പണികൾ നമുക്കൊന്ന് കാണാം. ഇന്ന് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി കൊടുത്ത പണികളാണ്. പഹൽഗാം ഭീകരാക്രമണം, പാകിസ്ഥാനെതിരെ കടുത്ത നടപടി, സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചു. ഇനി നമ്മുടെ രാജ്യത്തു നിന്നും പോകുന്ന വെള്ളം നീ കൂട്ടിക്കണ്ടറ നാറികളെ. പാക് പൗരന്മാർ ഇന്ത്യ വിടണം, എത്രയും പെട്ടെന്ന് വിടണം. ഇവിടെ ഇനി നമുക്ക് അവരെ ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് നേരെ വെടികുതിർത്ത ഒരു നായിൻ്റെ മക്കളും ഈ നാട്ടിൽ വേണ്ട. അട്ടാരി വാഗ അതിർത്തി അടച്ചുപൂട്ടും. എല്ലാ അതിർത്തികളും അടച്ചുപൂട്ടണം. അതിർത്തിയിൽ ഇനി ഒരു നാറി പോലും ഉഴഞ്ഞ് കയറി വരരുത്. അതുപോലെ തന്നെ ബംഗ്ലാദേശികളായിട്ടുള്ള നായ്ക്കളും ഇങ്ങോട്ട് അടിച്ച് കയറി വരുന്നുണ്ട്. ശക്തമായ സുരക്ഷ ഒരുക്കി ഒരു നാറികളെ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ഇന്ത്യൻ അറ്റാഷന്മാരെ പിൻവലിക്കും. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെ പിൻവലിക്കും. ഓക്കെ, നല്ല കിഡിലനായിട്ടുള്ള പണി തന്നെയാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാന് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. എനിക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഒരു പാകിസ്ഥാൻ തീവ്രവാദികൾ ചിന്തിച്ചു വെച്ചിരുന്ന ഒരൊറ്റ കാര്യം എന്താ? നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തേടി പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഹിന്ദുക്കൾക്ക് നേരെ വെടിയുതിർത്തത്. മുസ്ലിങ്ങളെ വെറുതെ വിട്ടു എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടു. അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം എന്താണ് അനീഷ് PV എന്ന് പറയുന്ന ഒരു നാറി പറഞ്ഞത് കേട്ടില്ലേ? എൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന മുസൽമാന്മാർ ഇനി എൻ്റെ തോളത്ത് കൈയിട്ട് നടക്കില്ല, അവരൊക്കെ ഞാൻ ഒഴിവാക്കി എന്നുള്ളതാണ്. ഈ കേരളത്തിൽ നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുകയാണ് നമ്മൾ. അതിനിടയിലാണ് വിദ്വേഷപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മേജർ രവി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. സത്യത്തിൽ ഇതാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഒന്ന് വായിക്കാം. ഈ ഭീകരവാദികളുടെ തന്ത്രം ഏറ്റുപിടിച്ച് രാജ്യത്ത് കമ്മ്യൂണൽ വയലൻസ് സൃഷ്ടിക്കാൻ നോക്കരുത്. ഭീകരവാദികൾക്ക് ഇന്ത്യൻ മുസ്ലിം, ഇന്ത്യൻ ഹിന്ദു എന്നൊന്നുമില്ല. അവരുടെ കണ്ണിൽ നമ്മളെല്ലാം അവരുടെ ശത്രുക്കളായ ഹിന്ദുസ്ഥാനികളാണ്. അതാദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക തന്നെ വേണം. അവർ ഇതുവരെ കൊന്നൊടുക്കിയതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ കാശ്മീരി മുസ്ലിങ്ങളെ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവരേറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് കാശ്മീരിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അവരുടെ കൂടെ നിൽക്കാത്തതിനാണ് അവരെയൊക്കെ കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാശ്മീരികൾ ഏറെക്കുറെ പേരും നമ്മളെയും നമ്മുടെ സൈന്യത്തെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, കാശ്മീരിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യൻ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, പഹൽഗാം രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഏറ്റവും വിവിധ സൈനിക ഏജൻസികളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയും ഇവിടെയാണ്. അത്രയേറെ സുരക്ഷ ഇവിടെയുണ്ട്. എന്നിട്ടും ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ദീർഘകാലം കാശ്മീരിൽ സേവനമനുഷ്ഠിച്ച മേജർ രവി പറഞ്ഞ വാക്കുകളാണ്. ഈ ഭീകരവാദികളുടെ തന്ത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ എളുപ്പമാണ്, ഉപയോഗിക്കാൻ എളുപ്പമാണല്ലോ. ഇവിടെ അത് നടക്കും ചെയ്തില്ലേ?
ഇപ്പോൾ ഒരുപാട് ആളുകൾ തമ്മിൽ തല്ലാൻ തുടങ്ങിയില്ലേ. അതായത് ഹിന്ദുവിനെ കാണും മുസൽമാനും, മുസൽമാനെ കാണും ഹിന്ദുവിനും, കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരു വിദ്വേഷം ഉണ്ടായില്ലേ. അവരാഗ്രഹിക്കുന്നത് തന്നെയാണ് ഒരു സമാധാന അന്തരീക്ഷം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തുടച്ചു നീക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ കാശ്മീരിൽ സമാധാനമായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അവിടുത്തെ പട്ടാളക്കാരൊക്കെ പിൻവലിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനമായി പോകുന്ന സമയത്താണ് ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങോട്ട് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വരുന്നതും പാവപ്പെട്ട ഒന്നും അറിയാത്ത ആളുകളെ വെടിവെച്ച് തീർക്കുന്നതും, അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ആഗ്രഹം എന്താ? ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയും. അതെങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ ഇത്തരം രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് എൻ്റെ പൊന്നുമക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് കമൻറ്റ് ഇടാതിരുന്നാൽ തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റിന് മറ്റവനൊരു കമൻറ്റ് ഇടും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കി ഇങ്ങനെ പോവും. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഒരാളെ അവർക്ക് ഈ ഒരു രീതിയിലാക്കിയെടുക്കാൻ കഴിഞ്ഞത് വലിയ കാര്യമായിട്ട് എടുത്ത ആളുകളാണ് അവർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും മരണപ്പെട്ട ആളുകൾക്കൊക്കെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രമേ നമ്മളെ കൊണ്ട് പറയാൻ കഴിയുള്ളൂ. ആ നാറികളെ എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ആർമി പിടികൂടട്ടെ, തക്കതായ ശിക്ഷ തന്നെ കൊടുക്കാൻ കഴിയട്ടെ. മറ്റൊന്നും പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യുക, കൂടെ കൂടാൻ താല്പര്യമുള്ളവർക്ക് കൂടാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.